പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരിച്ചുപോയ എല്ലാ ആത്മാക്കളുടെ മേലും അവിടുത്തെ വലിയ കരുണ ചൊരിഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കുടുംബവൃക്ഷത്തിന്റെ മേലും വരും തലമുറകളുടെ മേലും അവിടുത്തെ വലിയ കരുണ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി, സ്വന്തീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ, കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണ ഉണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, എന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും നമ്മൾ പ്രത്യേകം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സ്നേഹത്തോടെ ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് ആത്മഹത്യയിലൂടെ നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ നിന്നൊക്കെ മരിച്ചു പോയ മക്കളുണ്ടാകും. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരുണയ്ക്ക് നമുക്കറിയാം, ദൈവം തന്ന ജീവനെ മാനിക്കുക, വിലമതിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വം. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരെ തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുഴിയിലാണ് അടക്കാറ്. നമ്മൾ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, തൂങ്ങി മരിച്ച അങ്ങനെയുള്ളവരൊക്കെ അടക്കുന്ന സ്ഥലം നമുക്കൊരു പേടിയോട് കൂടി ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്. ഇതുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറെ കൂടി നമ്മൾ ചിന്തിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ആത്മഹത്യ ചെയ്തവര് പൂർണ്ണമായ സമ്മതത്തോടും അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം. എന്നാൽ ഇന്ന് ഒത്തിരിയേറെ മക്കള് മാനസികമായ വിഭ്രാന്തിയില്, ഡിപ്രഷനില്, അല്ലെങ്കിൽ ഭയങ്കര സമ്മർദ്ദത്തില് അവരുടെ തന്നെ ചിന്തയില്ല. ചില മക്കളൊക്കെ മരുന്ന് കഴിച്ച് സുബോധം പോലെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അനേകം മക്കള് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെന്നപ്പെടുന്നത്. അല്ലെങ്കിൽ താങ്ങാനാകാത്ത ദുഃഖഭാരങ്ങൾ അവരെ നയിക്കുന്നു. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല, വലിയ സങ്കടത്തിന്റെ പൂർണ്ണതയില്. അങ്ങനെ നമുക്ക് ശരിക്കും അവരുടെ ഒരു മാനസികമായ ഒരു പ്രത്യേക അവസ്ഥയിലാണ്, നിസ്സഹായ അവസ്ഥയിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്കൊക്കെ പോകാറുണ്ട് ചില മക്കളെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആത്മഹത്യ ഒരു ദുർമരണമെന്നോ ഒരു തെമ്മാടി ഒരു കുടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തകർത്ത് അല്ലെങ്കിൽ മാറ്റി കളയേണ്ട ഒന്നല്ല. ഒത്തിരിയേറെ സഹാനുഭൂതിയോടെ, സ്നേഹത്തോടെ, കരുണയോടെ അവരെ കാണുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ തന്നെ ഓർക്കാണ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഡിപ്രഷന്റെ കാലഘട്ടം കടന്നു വന്നപ്പോ കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു. ഒരു സമയത്ത് പ്രത്യേക ഒരു അപകടമൊക്കെ ആയിട്ട് വന്നതാണ്. കുറെ പേർക്ക് അറിയായിരിക്കും. ആ സമയത്ത് എന്റെ മനസ്സിലൂടെ വന്നൊരു ചിന്തയാണ്, ഇങ്ങനെ അവസ്ഥയിൽ ജീവിച്ചിട്ടെന്ത കാര്യം. ഞാൻ പോലും ചിന്തിച്ചു പോയി ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനതിജീവിക്കാനുള്ള ഒരു ആത്മശക്തിയും ദൈവബന്ധവും അതോടൊപ്പം തന്നെ ആ ഒരു സപ്പോർട്ടും കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് കുഴപ്പമില്ലാണ്ടിരിക്കുന്നു.
അതുകൊണ്ട് പൊന്നു മക്കൾ ഇതൊന്നും കിട്ടാത്ത മക്കളുണ്ട്. ആ സമയത്ത് വേണ്ടാത്ത പ്രഷർ കൂടി വരുന്നു, ആരും ശ്രദ്ധിക്കാനില്ല, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ വന്ന മക്കള് ഒത്തിരിയേറെ പേര് മരിച്ചിട്ടുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും, ചില വീട്ടുകാര് മരിച്ചു പോയവരെ കുറിച്ച് ഭയങ്കര ദേഷ്യമാണ്. എന്നാലും കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി, മോശപ്പേരുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് വെറുക്കണവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവരെ സ്നേഹിക്കുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കരുണ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരാരും നശിച്ചു വരുന്നില്ല. തമ്പുരാനെ അറിയാലോ അവന്റെ മനസ്സും അവന്റെ അവസ്ഥയൊക്കെ. കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. നമ്മൾ അവരെ സ്നേഹിക്കണം കേട്ടോ. അവരെ വെറുക്കാനോ അവരെ ഉപേക്ഷിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാനോ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്തു എന്നതിന്റെ പേരിൽ ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ പരിചയത്തിലോ നമ്മളുടെ ബന്ധപ്പെട്ട മേഖലയിലുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരോട് മാപ്പ് ചോദിച്ച് അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് കർത്താവിന്റെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. കുർബാനയിലും കരുണയുടെ ജപമാലയിലും അമ്മയുടെ മാധ്യസ്ഥത്തില് യോസേപ്പിതാവിനോട് ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. ഒരിക്കലും കൂടി അച്ഛൻ പറയാണ്, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരെ വെറുക്കരുത്, അവരെ ഓർത്ത് നിങ്ങൾ വേദനിക്കരുത്, അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത്. അവരെ കൂടുതൽ സ്നേഹത്തോടെ, നമുക്കറിയാം, കുറവുള്ളവരെ, പോരായ്മയുള്ളവരെ, പാപികളെ തേടി വന്ന കർത്താവ്, നഷ്ടപ്പെടുന്നതിനെ തേടി വന്ന കർത്താവ്, ആരോഗ്യമുള്ളവർക്കല്ല, വൈദ്യനെ കൊണ്ട് ആവശ്യം രോഗികൾക്കായിട്ടുള്ളവർക്ക് വേണ്ടി വന്ന കർത്താവ്, ആ കർത്താവ് കാരുണ്യവാനാണ്. ഈശോയ്ക്ക് അവരെ അറിയാം. നമ്മൾ അവരെ അറിഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആ പ്രിയപ്പെട്ട ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഇന്ന് ദിനം പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ ഒരു പ്രാർത്ഥന വലിയ അനുഗ്രഹമായിട്ട് മാറും. തലമുറയെ വിശുദ്ധീകരിക്കുന്ന വലിയ അനുഗ്രഹമായിട്ട് മാറും. അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വാധീനങ്ങളോ ശക്തികളോ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പൊക്കളും ഈ ബലി അർപ്പിച്ച് അവർക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളില് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന അങ്ങയുടെ കുരിശുമരണത്തോട് ചേർത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് യഥാർത്ഥമായ രക്ഷയിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് അവരെല്ലാവരെയും ആനയിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്നല്ലോ. സുധീർ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരായി കയറ്റിവിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ മാസത്തെയോർത്ത്, ഈ പ്രാർത്ഥനകളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ആത്മഹത്യയിലൂടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞങ്ങള് കർത്താവെ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ. കർത്താവ്, ഞങ്ങൾ മനസ്സിലാക്കി പ്രത്യേക അവസ്ഥയിൽ അവരുടെ മരണം ചിലപ്പോഴെങ്കിലും ഞങ്ങൾക്ക് അവരുടെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്, ദേഷ്യം തോന്നിയിട്ടുണ്ട്. കർത്താവെ, അവരെ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളിത് മനസ്സിലാക്കുന്നു. കർത്താവെ, ചില മാനസിക അവസ്ഥ, കർത്താവെ, അവരുടെ അവസ്ഥയിലാണ് ഇതൊക്കെ സംഭവിച്ചു പോയത്. അങ്ങയുടെ വലിയ കരുണയിലേക്ക് അവരുടെ ആത്മാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങളെ കർത്താവെ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ വീഴ്ചകൾ കർത്താവെ കരുണയോടെ അവിടുന്ന് അങ്ങയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് അനുഗ്രഹിക്കണമേ. അവരെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ആത്മാക്കളെ കഴുകി വിശുദ്ധീകരിക്കണമേ. വന്നുപോയ വീഴ്ചകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ ചില പ്രത്യേക സാഹചര്യത്തില്, മാനസിക വിഭ്രാന്തിയില്, രോഗാവസ്ഥയില്, സുബോധം പോലും ഇല്ലാത്ത രീതിയിൽ മരിച്ചുപോയ
നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ മാത്രമാണ് നമ്മുടെ ആശ്രയം. ആ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും, പ്രത്യേകിച്ച് ആത്മഹത്യയിലൂടെ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ കുടുംബം മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ആത്മഹത്യയിലൂടെ മരിച്ചുപോയ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. അങ്ങയുടെ കരുണയിലേക്ക്, കരുണാർത്ഥ ഹൃദയത്തിലേക്ക് അവരെ ഫലമേൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. സ്വർഗപ്രാപ്തിക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കണമേ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ മേലും തലമുറയുടെ മേലും ഇനി അങ്ങനെ ഒരു ആത്മാവ് സ്വാധീനം ചെലുത്താനോ അവസ്ഥ കടന്നു വരാനോ ഇടയാകാത്ത വിധം ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനായിട്ട് ഈശ്വരാശീർവാദം ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മഹത്യയുടെ ഏതെങ്കിലും ദുരാത്മാക്കളോ ദുർഭൂത ശക്തികളോ ഞങ്ങളുടെ കുടുംബത്തിലോ തലമുറയിലോ വീട്ടിലോ മണ്ണിലോ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആശീർവാദ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധാത്മാവിനാൽ മാത്രം ഞങ്ങളുടെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും തലമുറയും പാരമ്പര്യവും നയിക്കപ്പെടട്ടെ. ആമേൻ.